بسم الله الرحمن الرحيم الدرس التاسع التمارين ഒമ്പതാമത്തെ പാഠത്തിന്റെ തമാരീനാണ്. ആദ്യത്തെ ചോദ്യം അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണ്. അവലൻ കം താലിബൻ വജദൽ മുദർരിസു ഫിൽ ഫസ്ലി, എത്ര വിദ്യാർത്ഥികളെയാണ് അധ്യാപകൻ ക്ലാസ് മുറിയിൽ കണ്ടത്? ജവാബ് വജദ 15 താലിബൻ, 15 വിദ്യാർത്ഥികളെയാണ് കണ്ടത്. 15 താലിബൻ. രണ്ടാമത്തെ ചോദ്യം ലിമ ദഹബ തുല്ലാബുൽ ജുദുദു ഇലൽ മുദീരി, എന്തിനാണ് പുതിയ വിദ്യാർത്ഥികൾ മുദീറിൻ്റെ അടുത്ത് പോയത്? വൽ ജവാബ് ദഹബു ഇലൈഹി ലിഅന്നഹും മാ വജദു അസ്മാഅഹും ഫിൽ ഖായിമ, അവിടെ പോകാൻ കാരണം ഇതാണ്, അവരുടെ പേരുകൾ ഖായിമയിൽ ലിസ്റ്റിൽ കണ്ടില്ല. യഖൂൽ ذهبنا إليه لأننا ما وجدنا أسماءنا في القائمة. إذا نقول لأنهم ما وجدوا أسماءهم في القائمة. നാ എന്നുള്ളത് നമ്മൾ ഹും എന്നുള്ളതിലോട്ട് മാറ്റും, കാരണം അവരുടെ പേരുകൾ ലിസ്റ്റിൽ കണ്ടില്ല. الآن سؤال الثالث من خلقنا, ആരാണ് നമ്മൾ സൃഷ്ടിച്ചത്? ജവാബ് خلقنا الله, അള്ളാഹു ആണ് നമ്മൾ സൃഷ്ടിച്ചത്. മൻ ഖലഖൽ ഖമറ, ആരാണ് ഖമറിനെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത്? അപ്പം ഖലഖഹുല്ലാഹു എന്ന് പറയും. ഖമർ മുദക്കർ ആയതുകൊണ്ട് ഖലഖഹു അല്ലാഹു. മൻ ഖലഖ ശംസ ഖലഖഹ അല്ലാഹു, അല്ലാഹു ആണ് ഷംസിനെ അതിനെ സൃഷ്ടിച്ചത്. ഷംസ് മുഅന്നസ് ആയതുകൊണ്ട് ഖലഖഹ എന്ന് പറയും. മൻ ഖലഖ നുജൂമ ഖലഖഹ അല്ലാഹു, ഇത് നുജൂം എന്നുള്ളത് ജംഉ ഗൈർ ആഖിൽ ആയതുകൊണ്ട്. മിമ്മ ഖലഖ അല്ലാഹുൽ ഇൻസാന, എന്തിൽ നിന്നാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? അപ്പോൾ നമ്മൾ പറയും ഖലഖ അല്ലാഹുൽ ഇൻസാന മിൻ തീൻ, അള്ളാഹു മനുഷ്യനെ തീനിൽ നിന്ന്, കളിമയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. മിമ്മ ഖലഖ അല്ലാഹുൽ ജാന, എന്തിൽ നിന്നാണ് അള്ളാഹു ജിന്നിനെ സൃഷ്ടിച്ചത്? ഖലഖ അല്ലാഹുൽ ജാന മിൻ നാർ, അള്ളാഹു ജിന്നിനെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്. കം സമാഅൻ ഖലഖ അല്ലാഹു, എത്ര ആകാശങ്ങളെയാണ് അള്ളാഹു സൃഷ്ടിച്ചത്? ഖലഖ അല്ലാഹു ഖലഖ അല്ലാഹു 7 സമാവാത്ത്, ഖലഖ അല്ലാഹു 7 സമാവാത്ത്. പത്താമത്തെ ചോദ്യം ഫീ കം യൗമിൻ ഖലഖ അല്ലാഹു സമാവാതി വൽ അർദ്, എത്ര ദിവസങ്ങളിലാണ് അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്? ഖലഖ അല്ലാഹു സമാവാതി വൽ അർദ ഫീ 6 അയ്യാം, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചത് 6 ദിവസങ്ങളിലാണ്. അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ, ഞാൻ അവനെക്കാട്ടിയും ശ്രേഷ്ഠതയുള്ളവനാണ്, നിങ്ങൾ എന്നെ തീയിൽ നിന്ന് സൃഷ്ടിച്ചു, അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. മൻ ഖാല ഹാദ വലിമൻ മിൻ ഐ സൂറത്തിൻ ഹാദിൽ ആയ, ആരാണ് ഇത് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്, അതുപോലെ തന്നെ ഏത് സൂറത്തിലാണ് ഇതുള്ളത്? അപ്പം ഖാലഹു ഇബ്ലീസു, അത് പറഞ്ഞത് ഇബ്ലീസാണ്. വലിമൻ ഖാലഹു ലില്ലാഹി തആല, അള്ളാഹുവിനോടാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മിൻ ഐ സൂറത്തിൻ ഹാദിൽ ആയ, ഏത് സൂറത്തിൽ നിന്നാണ്? ഹാദിഹിൽ ആയതു മിൻ സൂറത്തിൽ അഅറാഫ്, സൂറത്തുൽ അഅറാഫിൽ നിന്നാണ്. ഇനി ضع هذه العلامة صحيح أمام الجملة الصحيحة وهذه العلامة خطأ أمام الجملة غير الصحيحة. true or false ആണ്. الطلاب الجدد 15, പുതിയ വിദ്യാർത്ഥികൾ 15 ആണ്, ഇത് ഖത്ത, പുതിയ വിദ്യാർത്ഥികൾ 5 എണ്ണമാണ്. അബ്ദുറഹ്മാനി മാ ഫഹിമ മഅന 3 കലിമാത്ത്, അബ്ദുറഹ്മാന് 3 വാക്കുകളുടെ അർത്ഥം മനസ്സിലായില്ല. ഹുന പാടത്ത് നിന്ന് അബ്ദുറഹ്മാൻ പറഞ്ഞു അന മാ ഫഹിംതു ഫീ 3 കലിമാത്ത്, അപ്പം ഇത് ശരിയാണ്, സഹീഹ് ഹാദ. മൂന്നാമത്തേത് സഅല ഫൈസലുൽ മുദർരിസ് മാ ജംഉ സമാ, ഫൈസൽ അധ്യാപകനോട് ചോദിച്ച് സമാഇൻ്റെ ജംഉ എന്താണ്? ഹദ ഖത, ഫൈസൽ അല്ല ചോദിച്ചത്, ഇവിടെ
റഫ മുഹമ്മദ് യഖൂൽ ഓക്കെ ഖാല ഹസൻ ജമ്മു സമാന ഹസനാണ് ചോദിച്ചത്, അപ്പോൾ അത് ഖത്തയാണ്. കതബൽ മുദരിസു ദർസ അല സബൂറ, അധ്യാപകൻ പാഠം ബോർഡിൽ എഴുതി. വഹാദ സഹീഹ്. അടുത്ത ചോദ്യം, മാ മഅന അൽ കലിമാത്തിൽ ആതിയ, താഴെയുള്ള ഈ വാക്കുകളുടെ അർത്ഥം എന്താണ്? അത്തീൻ, മാ മഅന അത്തീൻ? അത്തീൻ യാനി അത്തുറാബു അൽ മുഖ്തലിതു ബിൽ മാ, മണ്ണും വെള്ളവും മിക്സാക്കിയതാണ് തീൻ. ആദ എന്ന് പറഞ്ഞാൽ എന്താണ്? റജഅ, തിരിച്ചു വന്നു. അൽ ജദ് എന്ന് പറഞ്ഞാൽ അബുൽ അബ് ഔ അബുൽ ഉപ്പാന്റെ ഉപ്പ അല്ലെങ്കിൽ ഉപ്പാന്റെ ഉമ്മ. ആഫുൻ, അപ്പാന്റെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മാന്റെ ഉപ്പ. അബുൽ അബ് ഔ അബു അൽ ഇഖ്റ അൽ മിസാൽ സുമ്മ അക്മിൽ മാ യലി അല ഗിറാറിഹി. ഈ എക്സാമ്പിൾ അതേപോലെ തന്നെ ബാക്കിയുള്ളത് പൂർത്തീകരിക്കാനാണ്. ആസിമതു അസ്സൂദാനി അൽ ഖുർത്തൂം, സുദാനിൻ്റെ തലസ്ഥാനം ഖുർത്തൂമാണ്. ഫഹുന നഖൂൽ ആസിമതു അൽ ഇറാഖി ബഗ്ദാദു, ഇറാഖിൻ്റെ തലസ്ഥാനം ബഗ്ദാദാണ്. ആസിമത്തുൽ മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ്യത്തി റിയാദ്, സൗദി അറേബ്യയുടെ തലസ്ഥാനം റിയാദാണ്. ആസിമതു അൽ യമനി സനഅ, യമനിൻ്റെ തലസ്ഥാനം സനഅ ആണ്. ആസിമത്തു മിസ്ര അൽ ഖാഹിറ, ഈജിപ്തിൻ്റെ തലസ്ഥാനം കൈറോയാണ്. ആറാമത്തേത്, ഇഖ്റ അൽ അംസില സുമ്മ ഉക്തുബ് അൽ ജുമൽ അൽ ആതിയ മുസ്തഅമിലൻ ഫിഅൽ തഅജ്ജുബ്. ഈ സെൻറ്റൻസുകൾ വായിച്ചിട്ട് ഫിഅൽ തഅജ്ജുബ് ഉപയോഗിച്ചിട്ട് ഉത്തരം പറയാനാണ്. ഹാ റജുലു തവീലുൻ, ഈ മനുഷ്യൻ പൊക്കമുള്ള ആളാണ്. അപ്പോൾ നമ്മൾ അത് ഫിഅൽ തഅജ്ജുബ് ഉപയോഗിക്കുമ്പോൾ, ഉസ്ലൂബ് തഅജ്ജുബ് ഉപയോഗിക്കുമ്പോൾ പറയും മാ അത്വല ഹാദ റജുല. തവീൽ എന്നുള്ളത് അത്വല എന്നാക്കും, അഫ്അല എന്നുള്ള ഇതിൽ. എന്നിട്ട് ഹാദ റജുല അവിടെ മൻസൂബാണ്. അപ്പോൾ ഹാദൽ ബൈത്തു കബീറുൻ മാ അക്ബർ ഹാദൽ ബൈത്ത്, ഈ ഒരു വീട് എത്ര വലിയതാണോ. ഹാദി സയ്യാറത്തു ജമീലത്തുൻ, ഈ വാഹനം ഭംഗിയുള്ളതാണെന്ന് പറയുമ്പോൾ മാ അജ്മല ഹാദി സയ്യാറത്ത, ഈ വാഹനം എത്ര ഭംഗിയുള്ളതാണ്. ഹാദൽ മാ ഉ ബാരിദുൻ ആണത്, ബാദിറല്ല ബാരിദുൻ, ഈ വെള്ളം തണുത്തതാണ്. അപ്പോൾ മാ അബ്രദ ഹാദൽ മാ, മാ അബ്രദ ഹാദൽ മാ, ഈ വെള്ളം എത്ര തണുപ്പുള്ളതാണ്. അൻ നുജൂമു ജമീലത്തുൻ, നക്ഷത്രങ്ങൾ ഭംഗിയുള്ളതാണ്. അപ്പോൾ മ അജ്മല അൻ നുജൂമ, നക്ഷത്രങ്ങൾ എത്ര ഭംഗിയുള്ളതാണ്. ഹാദൽ ഖലമു റഖീസുൻ, ഈ പേന വില കുറഞ്ഞതാണ്. മ അർഖസ ഹാദൽ ഖലം, എത്ര വില കുറഞ്ഞതാണ് ഈ പേന. അല്ലുഗത്തുൽ അറബിയത്തു സഹലത്തുൻ, അറബി ഭാഷ എളുപ്പമുള്ളതാണ്. മ അസ്ഹല അല്ലുഗത്തൽ അറബിയത്ത, അറബി ഭാഷ എത്ര എളുപ്പമുള്ളതാണ്. അൻ നുജൂമു കസീറത്തുൻ, നക്ഷത്രങ്ങൾ കുറേയുണ്ട്. മ അക്സറ അൻ നുജൂമ, നക്ഷത്രങ്ങൾ എത്ര കുറയുള്ളതാണ്. ഇനി എത്ര അത് നമ്മളത് കുറേ ഉള്ളതും അതിൻ്റെ ഒരു നമ്മൾ തഅജ്ജുബ് കാണിക്കുകയാണ്. മാ അക്സറ അൻ നുജൂമ. അൽ ലബനു ഹസനുൻ, പാല് നല്ലതാണ്. മാ അഹ്സന ലബന, പാല് എത്ര നല്ലതാണ്. ഹാദി സയ്യാറത്തു സരിഅത്തുൻ, ഈ വാഹനം സ്പീഡുള്ളതാണ്. മാ അസ്റഅ ഹാദി സയ്യാറ, എത്ര സ്പീഡുള്ള കാറാണ് ഇത്. അൽ ഖമറു ജമീലുൻ, ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. മാ അജ്മല അൽ ഖമറ, ചന്ദ്രൻ എത്ര ഭംഗിയുള്ളതാണ്. ഹാദൽ ഖമീസു വസിഖുൻ, ഈ ഷർട്ട് എന്താ പറയുക വൃത്തികേടായതാണ്. വസിഖുൻ. മാ ഔസഖ ഹാദൽ ഖമീസ്, എത്ര വൃത്തികേടായതാണ് ഈ ഷർട്ട്. ഹാദൽ ഫസ്ലു നദീഫുൻ, ഈ ഒരു ഹാദൽ ഫസൽ, ഈ ക്ലാസ് മുറി നദീഫുൻ, ക്ലീനാണ് അല്ലെങ്കിൽ വൃത്തിയുള്ളതാണ്. മാ അൻദഫ ഹാദൽ ഫസ്ല, എത്ര വൃത്തിയുള്ളതാണ് ഈ ക്ലാസ് മുറി. تأمل الأمثلة ثم اقرأ الكلمات الآتية واكتبها مع ضبط أواخرها. ഈ താഴെയുള്ള വാക്കുകൾ അതിൻ്റെ ഹറക്കത്ത്, അതിൻ്റെ ദബ്ത് ചെയ്തിട്ട് ഹറക്കത്ത് അതിന് അവസാനം
ഹർക്കത്ത് കൊടുത്തിട്ട് വായിക്കാനാണ്. ഈ അംസില പോലെ ഇവിടെ മുഹമ്മദുൻ യാ മുഹമ്മദു, ഹാമിദുൻ യാ ഹാമിദു. ഇവിടെ ഹാമിദു എന്ന് കൊടുക്കുന്നത് യാ ഹാമിദു എന്നാണ് കേട്ടോ. ഉസ്താദുൻ യാ ഉസ്താദു. ഓക്കെ, ഇതൊക്കെ മുഫ്രദാണ്, എന്ന് വെച്ചാൽ ഒറ്റക്കൊറ്റക്കാരനാണ് വരുന്നത്. ഇനി ഇത് എന്താ മുറക്കബാണ്, വെച്ചാൽ ഇദാഫ ഉണ്ട് ഇതിൽ. ഉഖ്തു ഹാമിദിൻ അതുള്ളത് യാ ഉഖ്ത ഹാമിദിൻ എന്നായി. അബ്ദുല്ലാഹി യാ അബ്ദുല്ലാഹി. അപ്പോൾ അതേപോലെ യാ അലിയു, യാ അബ്ബാസു, യാ റജുലു, യാ ബിന്തു, യാ ഷെയ്ഖു, യാ മറിയം, യാ അബ്ദല്ലാഹി. അവിടെ അബ്ദുള്ള عبد يا عبد الله، يا بنت خالد، يا سائق السيارة، يا أم سعد، يا عبد الرحمن، يا رب الكعبة، يا إمام المسجد، يا ابن عباس. أبو بكر نلذ يا أبا بكر النايمر. إن يتامت تأمل الأمثلة ثم عين فيما يلي جمع المؤنث السالم وضبط آخره. إن إذا ജംഉ മുഅന്നസ് സാലിം കണ്ടുപിടിച്ച് അതിൻ്റെ അവസാനം ഹർക്കത്ത് കൊടുക്കാനാണ്. ഞാൻ ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ജംഉ മുഅന്നസ് സാലിം എന്ന് പറയുന്നത് അത് മൻസൂബാവുമ്പോൾ കസ്റയായിട്ട് വരും. അതാണ് ഫത്ഹ അല്ല മൻസൂബാവുമ്പോൾ ചെയ്യേണ്ടത്. റഅയ്തു സയ്യാറത്തൻ, റഅയ്തു സയ്യാറാത്തിൻ. കണ്ടോ, ജംഉ മുഅന്നസ് ആയതുകൊണ്ട് കസ്റ. ഞാൻ ഒരു വാഹനം കണ്ടു, ഞാൻ വാഹനങ്ങൾ കണ്ടു. സഅലത്തിൽ മുദീറത്തു ത്വാലിബത. പ്രിൻസിപ്പള് വിദ്യാർത്ഥിനിയോട് ചോദിച്ചു. അത് ജമാക്കുമ്പോൾ സഅലത്തിൽ മുദീറത്തു ത്വാലിബാത്തി, ത്വാലിബാത്തി അത് ജമായതുകൊണ്ട് ജംഉ മുഅന്നസ് സാലിം. ഖറഅത്തുൽ മജല്ലത, ഖറഅത്തുൽ മജല്ലാത്തി. ഞാൻ മാസികകൾ വായിച്ചു. അപ്പോൾ മജല്ല മാസിക അത് ജമാണ് മജല്ലാത്ത്. അപ്പോൾ ഇത് മൻസൂബായി വരുമ്പോൾ മജല്ലാത്തി എന്ന് പറയും. ഖലഖല്ലാഹു ശംസ വൽ ഖമറ വൻ നുജൂമ വൽ ബിഹാറ വൽ അർദ വസ്സമാവാതി. അല്ലാഹു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കടലുകളെയും ഭൂമിയെയും വസ്സമാവാതി ആകാശങ്ങളെയും സൃഷ്ടിച്ചു. സമാവാത്ത് എന്നത് ജംഉ മുഅന്നസ് ആയതുകൊണ്ട് കസ്റ പറയും ഇവിടെ, വസ്സമാവാതി. സഅല അൽ അബു അൽ അബ്നാഅ വൽ ബനാതി. ഉപ്പ ആൺകുട്ടികളെയും പെൺകുട്ടികളോടെയും ചോദിച്ചു. അപ്പോൾ ഇവിടെ അബ്നാഅ എന്ന് പറയും, പക്ഷെ ഇവിടെ ബനാത്ത് എന്നുള്ളത് ബനാത്തി എന്ന് പറയും. അത് ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ട്. കതബത് ഔ കതബ്തു ഹാദിഹിൽ കലിമാതി. കതബ്തു ഹാദിഹിൽ കലിമാതി, ഞാൻ ഈ വാക്കുകളെ എഴുതി. ഇവിടെ കലിമാത്ത് എന്നുള്ളത് കലിമാത്തി എന്ന് പറയും, കാരണം ഇത് ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ട്. റഅയ്തുൽ അത്തിബ്ബാഅ വത്തബീബാതി, ഞാൻ ആൺ ഡോക്ടർമാരെയും പെൺ ഡോക്ടർമാരെയും കണ്ടു. തബീബാത്തി എന്നുള്ളത് കസ്റയിൽ പറയും. ഗസലൽ വലദു സയ്യാറത, കുട്ടി കാറ് കഴുകി. ഇവിടെ ജംഉ മുഅന്നസ് സാലിം അല്ല, ഇത് മുഫ്രദായിട്ടുള്ള മുഅന്നസാണ്, അതുകൊണ്ട് ഫത്ഹയാണ്. ഗസലൽ വലദു സയ്യാറാത്തി, കുട്ടി കാറുകളെ കഴുകി. സയ്യാറാത്തി. അഖദ്ത റിയാലാത്തി യാ ബുനയ്യ, റിയാലുകൾ നീ എടുത്തോ ഓ കുട്ടിയെ. അപ്പോൾ ഇവിടെ റിയാലാത്തി എന്ന് പറയും, കസ്റ. സഅല ബിലാലുൻ സുമലാഅഹു, ഇവിടെ ജംഉ മുഅന്നസ് സാലിമില്ല, അതുകൊണ്ട് ഫത്ഹ. സഅലത് സൈനബു സമീലാത്തിഹ, ഇവിടെ ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ട് കസ്റ. സൈനബ് അവളുടെ സഹപാഠികളോട് ചോദിച്ചു. ഖറഅതു അൽ കുതുബ വസ്സുഹുഫ വൽ മജല്ലാത്തി, ഞാൻ പുസ്തകങ്ങളും പത്രങ്ങളും മാസികളും വായിച്ചു. മജല്ലാത്തി. റഅയ്തു ഇഖ്വത ഹാമിദിൻ വ അഖവാതിഹി, ഇവിടെ ഞാൻ ഹാമിദിൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടു. അപ്പോൾ ഇവിടെ അഖവാതി എന്ന് പറയും, ഇത് ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ട്. ഖറഅന ഹാദി സഫഹാതി, ഞങ്ങൾ ഈ പേജുകൾ വായിച്ചു. അപ്പോൾ സഫഹാത്തി എന്ന് പറയും, ജംഉ മുഅന്നസ് സാലിം ആയതുകൊണ്ട്. ഇനി ഒമ്പതാമത്തത് തഅമ്മൽ മിസാൽ ثم أدخل همزة استفهام على الجمل الآتية. ഈ എക്സാമ്പിൾ പോലെ ബാക്കിയുള്ളതിന് ഹംസത്തുൽ ഇസ്തിഫാം ചേർക്കാനാണ്. അൽ ബിഹാറു ജമുൽ ബഹർ എന്നുള്ളത് കടലുകൾ, കടലിൻ്റെ ജമാണ്. ഇനി അതിൻ്റെ കൂടെ ഹംസത്തുൽ ഇസ്തിഫാം ചേർത്താലോ? ഹംസത്തുൽ ഇസ്തിഫാം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കാൻ വേണ്ടി.
അൽ ബിഹാറു ജമുൽ ബഹർ, അത് എങ്ങനെ വായിക്കും? ആൽ ബിഹാറു ജമുൽ ബഹർ എന്ന് വരും. ഹംസയും ഈ അലിഫും ഒരുമിച്ച് ചേർന്നിട്ട് ആൽ എന്നാവും. അപ്പോൾ കടലുകൾ കടലിൻ്റെ ജമ്മാണോ എന്നുള്ള അർത്ഥത്തിൽ വരും. ഇവിടെ ആൽ ആന ഖറജ്ത, ഇവിടെ അൽ ആന അഫൻ, ഇവിടെ അൽ ആന ഖറജ്ത എന്നാണ്, ഇപ്പോൾ നീ പുറത്തു പോയിന്ന്. അപ്പോൾ ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ ആൽ ആന ഖറജ്ത, ഇപ്പോഴാണ് നീ പുറത്തു പോയത് എന്ന്. അൽ യൗമ റജഅ അബൂക മിൻ ദിമിഷ്ക, ആൽ യൗമ റജഅ അബൂക മിൻ ദിമിഷ്ക, ഇന്നാണോ നിന്റെ ഉപ്പ ദിമിസ്കസിൽ നിന്ന് തിരിച്ചു വന്നത്? ആൽ മുദരിസു മരീദുൻ, അധ്യാപകൻ രോഗിയാണോ? ആൽ മുദീറു ഖാല ഹാദ, പ്രിൻസിപ്പളാണോ ഇത് പറഞ്ഞത്? അത്വാലിബുൽ ജദീദു കസറ ഹാദൽ കുർസിയ, അപ്പം ആ ത്വാലിബുൽ ജദീദു കസറ ഹാദൽ കുർസിയ, പുതിയ വിദ്യാർത്ഥിയാണോ ഈ കസേര പൊട്ടിച്ചത്? അഹാദ ത്വാലിബു ദറബക, ഈ വിദ്യാർത്ഥിയാണോ എന്നെ അടിച്ചത്? ഇവിടെ ഹംസത്തുൽ ഇസ്തിഫാം ഇവിടെ അലിഫില്ലാത്തതുകൊണ്ട് നോർമലായിട്ട് വരും. പത്താമത്തെ തഅമ്മൽ മിസാൽ സുമ്മ അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ അലാ ഖിറാറിഹി, എക്സാമ്പിൾ പോലെ ബാക്കിയുള്ള ഉത്തരം പറയാനാണ്. മൻ ഖലഖക, നിന്നെ ആരാണ് സൃഷ്ടിച്ചത്? ഖലഖനി അല്ലാഹു, അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്. മൻ ദറബക, അപ്പോൾ ദറബനി അൽ മുദർരിസു, നിന്നെ ആരാണ് അടിച്ചത്? എന്നെ അടിച്ചത് അധ്യാപകനാണ്. മൻ സഅലക ഹാദ സുആല, സഅലനി ഹാദ സുആലു ഖാലിദുൻ. അറആക അൽ മുദർരിസു ഫിൽ മസ്ജിദി, അറആക അൽ മുദർരിസു, നിന്നെ അധ്യാപകൻ പള്ളിയിൽ വെച്ച് കണ്ടോ? റഅ എന്നുള്ള ഫേൽ നിന്ന് റആക. നഅം റആനി, അതെ എന്നെ കണ്ടു. തഅമ്മൽ കലിമത്തുൽ ആതിയ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാനാണ്. മഅന എന്നുള്ള അർത്ഥം, മഅനാഹു അതിൻ്റെ അർത്ഥം, മഅനാഹ അതിൻ്റെ അർത്ഥം, പക്ഷേ ഇത് മുദക്കറിനും ഇത് മുഅന്നസിനുമാണ്. ഇനി ഇവിടെ മിൻ പ്ലസ് മ എന്നുള്ളത് മിമ്മ എന്നാവും. നൂനെ കളഞ്ഞിട്ട് ഈ അലിഫിനെ കളഞ്ഞിട്ട് മിമ്മ എന്നാവും. മിമ്മ പറഞ്ഞാൽ എന്തിൽ നിന്ന്? മിമ്മ ഖലഖല്ലാഹു ഇൻസാന, അള്ളാഹു മനുഷ്യനെ എന്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഖലഖഹു മിൻ തീൻ, അവനെ സൃഷ്ടിച്ചത് കളിമണ്ണിൽ നിന്നാണ്. ബി മ, എന്തുകൊണ്ട്? ഇനി ഇവിടെ അലിഫിനെ കളയും. ബിമ, മസലൻ ബിമ ഖതൽതൽ ഹയ്യ, എന്തുകൊണ്ടാണ് നീ പാമ്പിനെ കൊന്നത്? എന്തുകൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് ഉപയോഗിച്ചിട്ടാണെന്നുള്ള അർത്ഥം. ഖതൽ തുഹ ബിൽ ഹജരി, ഞാൻ അതിനെ കൊന്നത് കല്ലുകൊണ്ടാണ്. ലി പ്ലസ് മ ലിമ എന്നാവും. ലിമ ഖറജ്ത മിനൽ ഫസ്ൽ, എന്തുകൊണ്ടാണ് ഈ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തു പോയത്? ഖറജ്തു ലി അന്നനി മരീദുൻ, ഞാൻ രോഗിയായതുകൊണ്ടാണ് പുറത്തു പോയത്. അൻ പ്ലസ് മ അമ്മ, അമ്മ എന്ന് പറയുമ്പോൾ അത് ബഹസിൻ്റെ കൂടെ വരികയാണെങ്കിൽ നമ്മൾ അത്ര അർത്ഥവും വരില്ല. ഇനി അമ്മ ബഹസ്ത ഫിൽ മദ്രസ, ഇനി എന്താണ് സ്കൂളിൽ തിരയുന്നത്? ബഹത്തു അൻ സാഅത്തി, ഞാൻ എൻ്റെ വാച്ചാണ് തിരഞ്ഞത്. ഇവിടെ അമ്മ എന്നുള്ളതിൻ്റെ അർത്ഥം എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളത്. ഇനി അമ്മ സഅൽത അൽ മുദർരിസ, നീ എന്തിനെ പറ്റിയിട്ടാണ് അധ്യാപകനോട് ചോദിച്ചത്? സഅൽതുഹു അനിൽ ഇംതിഹാൻ, ഞാൻ എക്സാമിനെ പറ്റിയിട്ടാണ് ചോദിച്ചത്. تأمل مثال ثم اكتب الجمل الآتية بعد تحويل الكلمات التي تحتها خط إلى جمع. ഈ വാക്കുകൾ ജമ ആക്കിയിട്ട് ഇതിനെ തഹ്വീൽ മാറ്റാനാണ്. അപ്പോൾ മൻ അൽ ഫത الذي خرج من الفصل الآن, ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തുപോയ ഫത എന്താണ്? യുവാവ് ആരാണ്? അല്ലെങ്കിൽ ചെറിയ കുട്ടി ആരാണ്? ചെറിയ കുട്ടി എന്ന് പറയില്ല, അത് ചെറിയ യുവാവ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ മനിൽ ഫത ഫിത്യ എന്നാവും. മനിൽ ഫിത്യത്തുല്ലദീന, അല്ലദീനയാവും. ഖറജ ഖറജു എന്നാവും. മനിൽ ഫിത്യത്തുല്ലദീന ഖറജു മിനൽ ഫസ്ലി അൽ ആന, ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തുപോയ കുട്ടികൾ ആരാണ്? മനി റജുലു ലദീ ദഖല ബൈതകും അൽ ആന, നിങ്ങളുടെ വീട്ടിലോട്ട് പ്രവേശിച്ച ആള് ആരാണ് ഇപ്പോൾ? മനി റജുൽ ലദീ ദഖല ബൈതകും അൽ ആന. അപ്പോൾ ജമാക്കുമ്പോൾ മനി റിജാലു ലദീന ദഖലു ബൈതകും അൽ ആന, റജുൽ റിജാലാവും അല്ലദീനയാവും, ദഖലൂനാവും. നിങ്ങളുടെ വീട്ടിലോട്ട് ഇപ്പോൾ പ്രവേശിച്ച ആളുകൾ ആരാണ്? ഐന ത്വാലിബുൽ ലദീ ജാഅ അംസി, ഐന ത്വാലിബുൽ ലദീ ജാഅ അംസി, ഇന്നലെ വന്ന വിദ്യാർത്ഥി എവിടെയാണ്? അപ്പോൾ ഐന തുല്ലാബുൽ ലദീന ജാഉ അംസി, 3 മാറ്റങ്ങളുണ്ട്. ത്വാലിബു തുല്ലാബ്, അല്ലദീന ജാഅ ജാഉ.
ഇന്നലെ വന്ന വിദ്യാർത്ഥികൾ എവിടെയാണ്? ദറബ്തുൽ വലദല്ലദീ ദറബനി, എന്നെ അടിച്ച കുട്ടിയെ ഞാൻ അടിച്ചു. അപ്പോൾ ദറബ്തുൽ ഔലാദ അല്ലദീന ദറബൂനി, എന്നെ അടിച്ച കുട്ടികളെ ഞാൻ അടിച്ചു. ദറബൂനി എന്നാവും. ഇനി ഇവിടെ تأمل المثال ثم اكتب الجمل الآتية بعد تحويل الكلمات التي تحتها خط إلى جموع. ഇനി അതേപോലെ തന്നെ ഇവിടെ ഈ ലൈനുള്ള വാക്കുകളെ ജമ്മിലോട്ടാക്കും. الطالبة التي دخلت الفصل الآن من الهندي, ക്ലാസ് മുറിയിൽ ഇപ്പോൾ പ്രവേശിച്ച വിദ്യാർത്ഥിനി ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ طالبة ജമാക്കുമ്പോൾ طالبات الطالبات اللاتي دخلنا الفصل الآن من الهندي, ക്ലാസ് മുറിയിൽ പ്രവേശിച്ച വിദ്യാർത്ഥിനികൾ ഇപ്പോൾ പ്രവേശിച്ച വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ അൽ ഫതാത്തു ലത്തി അൻദൽ മുദീറത്തി ഉഖ്തു മറിയം, മുദീറിൻ്റെ അടുത്തുള്ള പെൺകുട്ടി മറിയമിൻ്റെ സഹോദരിയാണ്. അപ്പോൾ അത് ജമാക്കുമ്പോൾ അൽ ഫതയാത്തു അല്ലാത്തി അൻദൽ മുദീറത്തി അഖവാത്തു മറിയം എന്നായി മാറും. എന്നുവെച്ചാൽ മറിയമിൻ്റെ മുദീറയുടെ അടുത്തുള്ള കുട്ടികൾ മറിയമിൻ്റെ സഹോദരിമാരാണ്, അഖവാത്ത് എന്ന് വരും. അത്തബീബത്തു ലത്തി ഫി മുസ്തഷ്ഫൽ വിലാദത്തി മിൻ ഇൻകൽത്തറ, അപ്പം ഡെലിവറി ഹോസ്പിറ്റലിലുള്ള ഡോക്ടർ ഇംഗ്ലണ്ടിൽ നിന്നാണ്. അപ്പോൾ അത്തബീബത്തു ലത്തി ഫി മുസ്തഷ്ഫൽ വിലാദത്തി മിൻ ഇൻകൽത്തറ എന്ന് പറയും. അൽ മർഅത്തു ലത്തി ദഖലത് ബൈതന അമ്മത്തി, നമ്മളുടെ വീട്ടിൽ പ്രവേശിച്ച സ്ത്രീ ഞങ്ങളുടെ ആൻറ്റിയാണ്, അമ്മത്തി. അപ്പോൾ അന്നിസാ ഉല്ലാത്തി ദഖൽന ബൈതന അമ്മാത്തി. അപ്പോൾ അന്നിസാ എന്ന് പറയും, അല്ലാത്തി എന്ന് പറയും. ഇവിടെ ദഖലത്ത് എന്നുള്ളത് ദഖൽന എന്നാവും, അമ്മാത്തി എന്നാവും ഇവിടെ. ഇനി അൽ അസ്മാഉൽ മൗസൂല എന്ന് പറയുന്നത് മുദക്കറിന് മുഫ്രദാകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടെ മനിൽ ഫത ലദി ദഖല അൽ ഫസ്ൽ അൽ ആന, അല്ലദിയാണ്. ഏതാണ് കുട്ടി, ക്ലാസ് മുറിയിൽ പ്രവേശിച്ച കുട്ടി ആരാണ്? ഇനി ജമാകുമ്പോൾ മനിൽ ഫിത്യത്തുൽ ലദീന ദഖലു അൽ ഫസ്ൽ അൽ ആന, ഫത ഫിത്യായി, അത് കുട്ടികൾ, അല്ലദി അല്ലദീന, ദഖലു. ഓക്കെ. ഇനി ഇവിടെ അടുത്ത് മുഅന്നസ് ആകുമ്പോൾ മനിൽ ഫതാത്തുൽ ലതി ദഖലത് അൽ ഫസ്ൽ അൽ ആന, അല്ലത്തിയാണ് മുഅന്നസ്, മുഫ്രദ് മുഅന്നസ്. അതിന് ജമാകുമ്പോൾ മനിൽ ഫതയാത്തുൽ ലാതി ദഖൽന അൽ ഫസ്ൽ അൽ ആന. അപ്പോൾ അല്ലദി അതിന് ജമ അല്ലദീന, അല്ലത്തി അതിന് ജമ അല്ലാത്തി. കൗവിൻ ജുമല മുസ്തഅമില അൽ കലിമാത്ത് ആതിയ, ഈ വാക്കുകൾ കൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കണം. റഫഅ مثلا نقول يعني رفع زيد يده, സെയ്ദ് അവൻ്റെ കൈബന്ധിച്ചു. ഖലഖ അല്ലാഹുൽ അർദ, അല്ലാഹു ഭൂമിയെ സൃഷ്ടിച്ചു. ആദ അബി മിൻ ദുബായ്, എൻ്റെ ഉപ്പ ദുബൈയിൽ നിന്ന് തിരിച്ചു വന്നു. അൽ ജദ്ദു യഖറഉൽ ഖുർആൻ, വല്ലിപ്പ ഖുർആൻ ഓതുകയാണ്. മിമ്മ ഖലഖല്ലാഹുൽ ഇൻസാൻ, അല്ലാഹു ഇതിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ബിമ ഖതൽതൽ ഹയ്യ, നീ എന്തുകൊണ്ടാണ് പാമ്പിനെ കൊന്നത്. ലിമ ലം തക്തുബിൽ വാജിബ്, നീ എന്തുകൊണ്ട് ഹോംവർക്ക് എഴുതിയില്ല. അമ്മ തബ്ഹസു, നീ എന്താണ് തിരയുന്നത്. ഇനി അൽ കലിമാത്തുൽ ജദീദ, പുതിയ വാക്കുകൾ. ഖായിമത്തുൻ വൽ ജമ്മു ഖവായിം, ഇതിനർത്ഥം ലിസ്റ്റ് എന്നാണ്. മഅന എന്ന് പറഞ്ഞാൽ അർത്ഥം. തീൻ കളിമണ്ണ്, നാറുൻ തീ. അലാഖത്തുൻ വൽ ജമ്മു അലാഖാത്തുൻ, ബന്ധങ്ങൾ. ലഹ്ദ എന്ന് പറഞ്ഞാൽ നിമിഷം. ജറസുൻ വൽ ജമ്മു അജ്റാസുൻ, ബെല്ലാണ്. ജറസ് എന്ന് പറഞ്ഞാൽ ബെല്ല്. ഇദ്ദ എന്ന് പറഞ്ഞാൽ കസീർ, യാനി കുറെ. ഹദറ വന്നു അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തു. ഖലഖ സൃഷ്ടിച്ചു. റഫഅ ഉയർത്തി. അഹ്സൻത നീ നല്ലത് ചെയ്തു. റന്ന എന്ന് പറഞ്ഞാൽ അടിച്ചു, യാനി ബെല്ലടിക്കുക എന്നുള്ളതിനാണ് റന്ന എന്ന് പറയുന്നത്.